ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഫുള്ളായിട്ട് കാണണം, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. വൈറ്റ് കളർ ബ്ലൗസാണ് ഞാൻ തയ്ക്കാൻ പോണത്. ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 1 മീറ്റർ ബ്ലൗസിൻ്റെ തുണിയാണ് വേണ്ടത്. ഏതാണോ എൻ്റെ കസ്റ്റമർ തയ്ക്കാൻ തന്നൊരു തുണിയാണ്. അത് ഏതാണെങ്കിലും നിങ്ങൾ എടുക്കണം. 1 മീറ്റർ മതി നമുക്ക്. നോർമലി ഒരു മീഡിയം സൈസുള്ള ഒരാൾക്ക് 1 മീറ്റർ മതിയാവും ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട്. XL, XXL വരെയാണെങ്കിൽ നമുക്ക് 1.5 1.25 എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം ബ്ലൗസിൻ്റെ ലെങ്ത് നോക്കണം. ലെങ്ത് വരണം 16 ആണ്. 16 ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ വരുന്നത് 12 ആണ്. 12ൻ്റെ പകുതി 6. അപ്പോൾ 6 ഷോൾഡർ എടുത്തിട്ട് ആം ഹോൾ 6.5 ലെങ്ത് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്നൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കത് ആം ഹോൾ വരച്ചിട്ട് ആ ലെങ്തും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ലെങ്തിൻ്റെ ഇവിടെ നിന്ന് വിട്ട് ആ ഒരു ഇത് വരണത് 11 ഞാൻ എടുത്തത്. കാരണം അതിൽ നമുക്ക് ഡാട്ടൊക്കെ ഇടാണ്ട്, അതുകൊണ്ട് നമ്മൾ 11 എടുക്കണം. ഒരു 34 സൈസ് വരുന്ന ഒരാൾക്ക് നമ്മൾ 11 മാക്സിമം എടുക്കണം. അപ്പോൾ ഈ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ്ങിന് നമ്മളിനി 2 സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്യണം, എന്നിട്ട് ബാക്ക് പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിന് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മടക്കിയതുപോലെ തന്നെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് നെക്കും പിന്നെ അതിൻ്റെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഡാട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കണം. നെക്ക് വരുന്നത് 7 ആണ്. ഇത് നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യണത്. ബാക്ക് നെക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡാട്ട് ബാക്കിൽ ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവും കൂടെ കട്ട് ചെയ്താൽ മതി. നെക്ക് വരുന്നത് 7 ആണ്. 7 എടുത്ത് ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഡാട്ട് നമ്മൾ ബാക്ക് നെക്ക് ഇങ്ങനെയാണ് വരണത്. റൗണ്ട് നെക്കാണ് ബാക്ക്. അപ്പോൾ റൗണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡാട്ടിന് വേണ്ടിയിട്ട് ബ്രസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ, ഇപ്പോൾ 8 വരണമെങ്കിൽ 4 എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു മാർക്ക് കൊടുക്കണം. മാർക്ക് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കാരണം തയ്ക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ കട്ട് പീസ് കൊടുക്കണം. അപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൻ്റെ നെക്ക് വരണത് ലെങ്ത് 6.5 ആണ്. അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഏത് മോഡലിലാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മോഡലിലാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങളുടെ കസ്റ്റമർ ഏതാണെന്നൊക്കെ തരണം, അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ ആ പ്രിൻസസ് കട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പം ബസ്റ്റിൻ്റെ ലെങ്ത് വരണത് 10.5 ആണ്. 10.5 അവിടെ മാർക്ക് ചെയ്തിട്ട് വിഡ്ത്ത് വരണം ഞാൻ പറഞ്ഞില്ലേ 8 ആണ്. അപ്പോൾ 8ൻ്റെ പകുതി 4 എടുക്കണം. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റിൽ നിന്ന് താഴോട്ടൊരു വര വരച്ചിട്ട് ആം ഹോളിലോട്ടൊരു വര വരയ്ക്കണം കറക്റ്റായിട്ട്. ആ ഒരു ബസ്റ്റ് പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് വേണം. എന്നാലേ നമുക്ക് ആ വരയിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വര വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ 2.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ലൈൻ എടുത്ത് വരച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ വരച്ചില്ല, അതുപോലെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു പീസ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റണം. മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ആ ബസ്റ്റിൻ്റെ കറക്റ്റ് ആ പോയിൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് അളവെടുക്കണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ അടിക്കുമ്പം ആ ഒരു തുണി മാറിപ്പോകാതിരിക്കുന്ന ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് എടുക്കുന്നത് എക്സ്ട്രാ മെയിൻ ക്ലോത്തിൽ. കുറഞ്ഞു പോയാൽ നമുക്ക് അത് കറക്റ്റായിട്ടുള്ള ആ മെഷർമെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ 1/2 ഇഞ്ച് നമ്മൾ മറ്റേ സീം അലവൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്ത് വന്നിട്ട് ഒരു സോഫ്റ്റ് ഓർഗൻസയാണ്. അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റോണും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര പാടാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെയിൻ ക്ലോത്തിൽ വച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ലൈനിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ലൈനിങ് പിന്നെയും കട്ട് ചെയ്യാം. പക്ഷേ മെയിൻ ക്ലോത്ത് ആകുമ്പം തുണി വേസ്റ്റ് ആവും.
അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നെക്ക് കട്ട് ചെയ്യണം. നെക്ക് നമുക്ക് തയ്ക്കുമ്പം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാതെ വച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ രണ്ടും കഴിഞ്ഞ്, ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ്, ഇനി ബാക്ക് നമ്മൾ ലൈനിങ് ഇട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കറക്റ്റായിട്ട് തുണിയൊന്നും വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. കറക്റ്റായിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ കൂടിപ്പോയാൽ കുഴപ്പമില്ല, കൂടിപ്പോയെന്ന് പറഞ്ഞാൽ അര ഇഞ്ച് കൂടിപ്പോയാൽ കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ഒരുപാട് വ്യത്യാസവും തയ്ക്കുന്നതിൽ മിസ്റ്റേക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, വീഡിയോ ഉപകാരപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഓൺലൈനായിട്ട് ഞാൻ ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഏത് വർക്കായിരുന്നാലും നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ നമ്പർ ബയോയിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ അതിനനുസരിച്ച് എന്താണ് എൻ്റെ ഇത് ഓർഡർ എടുക്കാം. എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോണത്. സ്ലീവും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം ആ ഒരു മെയിൻ ക്ലോത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, നല്ല ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്ലീവ് തന്നെ ആദ്യം കട്ട് ചെയ്തെടുക്കണം ലൈനിങ്ങിൽ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വരണം 11. സ്ലീവിൻ്റെ ലെങ്തിൽ ചെറിയൊരു പഫ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ട് ആ പഫ് വരുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരിത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലീവിൻ്റെ വീഡിയോ അയച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യാം, ഈ ഒരു സ്ലീവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഇത് പഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്ലേറ്റ് കിട്ടേണ്ടത്, ചെറിയൊരു പ്ലേറ്റിന് വേണ്ടിയിട്ട്. കാരണം കസ്റ്റമർ പറഞ്ഞതാണ്, അതിനനുസരിച്ചാണ് ഞാൻ തയ്ക്കുന്നത്. പിന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കണ്ടാൽ ഉപകാരപ്പെടുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈനിങ് നമ്മൾ മെയിൻ ക്ലോത്തിലിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം സ്ലീവ്. വീഡിയോ ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ചിലപ്പോഴൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഞാൻ അത് ഒറ്റയ്ക്ക് ആ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താണോ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. മനസ്സിലായവർ എനിക്ക് കമൻറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ. അപ്പം നമ്മളിതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വേണ്ട, നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയും. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇച്ചിരി പാട്, കാരണം കല്ലുള്ളതുകൊണ്ട്, സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. നമ്മൾ ആ പ്രഷർ ഫുഡൊക്കെ മാറ്റിയിട്ടാണ് ഇനി തയ്ക്കേണ്ടത്, സ്റ്റോൺ തയ്ക്കുമ്പോൾ. ഇത് ഞാൻ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമുക്ക് ആ ഒരു ഹുക്ക് വയ്ക്കത്തില്ല, ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റോൺ ഇല്ലാത്തത് ഞാൻ എടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് സ്റ്റോൺ ഉള്ളതും കൂടെ അതിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാൻ. അപ്പം നമ്മളിത് സ്റ്റോൺ ഇല്ലാത്തത് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ആ ഒരു ഹുക്ക് വയ്ക്കണ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം അടിച്ച് നമ്മൾ ഒരുമിച്ചാക്കണം. ഓരോ ഭാഗവും കട്ട് ചെയ്തില്ല, അതെല്ലാം ജോയിൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവും, ബുദ്ധിമുട്ടാവും, നമുക്ക് അത് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പം നമ്മൾ ആ ഫ്രണ്ട് പോർഷനിലുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കണം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ജോയിൻ ചെയ്ത് വയ്ക്കണം. ഞാൻ കണ്ടില്ല, ഇതുപോലെ കറക്റ്റായിട്ട് നീറ്റായിട്ട് പെർഫെക്റ്റായിട്ടും ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ 4 സൈഡും നമ്മൾ അടിക്കണം. എത്ര സൈഡുണ്ടോ അത്രയും സൈഡ് നമ്മൾ പതിച്ചടിച്ച് വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റായിട്ട് ബ്ലൗസ് ഫിനിഷ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ എല്ലാം അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണി തുടങ്ങുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ നെക്കാണ് അടിക്കുന്നത്. നെക്ക് നമ്മൾ തിരിച്ചെടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ആദ്യം മെയിൻ ക്ലോത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും കൂടെ ഒരുമിച്ച് വച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ പ്രഷർ ഫൂട്ട് മാറ്റുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, സ്റ്റോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്
സാധാരണ പ്രഷർ ഫുഡ് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റോൺ വരുന്ന ഈ പ്രഷർ ഫുഡാണ്. ഇതിൻ്റെ ലിങ്കോ എന്തെങ്കിലും കാര്യമോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ പ്രഷർ ഫുഡ് ഇട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഇതിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സൂചിയും മുറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല ബ്ലൗസിൽ. ഇത് ഫ്രണ്ട് പോർഷനാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ട് പോർഷനാണിത്. അപ്പം നമ്മളിത് നെക്ക് തിരിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണ ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന് നെക്ക് തിരിച്ചെടുക്കണത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ആദ്യം നമ്മുടെ നേരെ വച്ചിട്ട് അതിൽ ലൈനിങ്ങും കൂടെ വച്ച് വേണം തിരിച്ചെടുക്കാൻ. അടിച്ചിട്ട് തിരിച്ചെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ചെടുക്കണം. എല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചെടുക്കുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നാൽ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ആ സ്റ്റിച്ച് നമ്മൾ ലൈനിങ്ങിലാണ് കൊടുക്കുന്നത്. മെയിൻ ക്ലോത്തിൽ നിങ്ങൾ കൊടുക്കരുത്. ലൈനിങ്ങിലാണ് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയും ഫിനിഷിങ്ങിൽ ഇത് നെക്ക് കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ പതിച്ചടിച്ചെടുത്താൽ മതി. ആ ഒരു നല്ല മെയിൻ ക്ലോത്തിൽ നമ്മൾ ചെറുതായിട്ട് അങ്ങ് അറ്റത്ത് ഒരു അറ്റത്തായിട്ട് ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ചിലരാണെങ്കിൽ ഹെമ്മിങ് ചെയ്താണ് ഇത് നെക്ക് എടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാരിയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ഇത് പലാസയുടെ കൂടെയും പിന്നെ ക്രോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് തയ്ക്കണത്. ഇത് പക്ഷേ സാരിയുടെ കൂടെയാണ് ബ്ലൗസ്. പക്ഷേ ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും പെയർ ചെയ്യാം. സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമ്മളിതാണ് തയ്ക്കുന്നത് ഈ ഒരു മോഡലിൽ. അപ്പം നിങ്ങൾക്ക് ഇത് കാണുകയാണെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പാറ്റേൺ തയ്ച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ 4 സൈഡും അടിച്ച് പതിച്ചെടുക്കുകയാണ്. കാരണം കറക്റ്റായിട്ട് വരണ്ടേ നമുക്ക്. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എല്ലാം പതിച്ചെടുത്തതിന് കറക്റ്റായിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ അതിലിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ആ ഒരു എൻഡ് വരണത് വരെ നിങ്ങളത് വലിച്ച് തന്നെ അടിച്ചെടുക്കണം. അപ്പോഴേ ആ ഒരു ബ്രസ്റ്റ് സൈസിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പെർഫെക്ഷൻ. നമുക്കത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ട് അടിച്ച് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ അത് വൃത്തികേടാവും. അതുപോലെ തന്നെ അടുത്ത ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അടുത്ത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് നമ്മൾ നെക്ക് പറഞ്ഞതുപോലെ തന്നെ തിരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ബസ്റ്റ് പോയിൻ്റ് അതിനനുസരിച്ച് നമ്മൾ ഡാട്ടിട്ട് കൊടുക്കണം. ആ ഡാട്ടിട്ട് അടിച്ചതിന് ശേഷം ബാക്കിലാണ് നമുക്ക് ഹുക്ക് വരണത്. ഹുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തില്ല ആ ഒരു പീസ്, കല്ലൊന്നും ഇല്ലാത്ത ആ ഒരു പീസ് എടുത്ത് നമ്മൾ ആ ഒരു ഹുക്കിൻ്റെ ആ ഒരു ഇത് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മളിതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് ചെയ്യണം. അപ്പുറത്ത് ഹുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് എടുത്ത് ചെയ്യണം. അതുപോലെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൗസ് ഏകദേശം ഒരു 3/4 എളുപ്പത്തിൽ തയ്ക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് തയ്ക്കണം. പെർഫെക്റ്റായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. കണ്ടില്ല, അതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം. ഇത് ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് ഹുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്യണം. മാക്സിമം കല്ലില്ലാത്ത തന്നെ എടുക്കണം. കാരണം അത്രയും നമുക്ക് പെട്ടെന്ന് എളുപ്പം ജോലി കഴിയും. കല്ലുള്ളതാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പ്രഷർ ഫുഡ് ഇട്ടിട്ടാണ് ഞാൻ ഇത് തയ്ക്കുന്നത്. കല്ലുള്ളത് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് അത്രയും നീറ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ സാധാരണ പ്രഷർ ഫുഡ് ഇട്ട് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക ആ ഒരു ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ പറഞ്ഞു തരാനും അറിയത്തില്ല, എനിക്ക് ചെയ്യാനും അറിയത്തില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണതിന് വലിയ കാര്യം. കാരണം ഇതുപോലുള്ള വീഡിയോസൊന്നും ഇതുവരെ ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമല്ലോ കാണുന്നവർക്ക്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യണം.
ഉണ്ടല്ലേ ഇതുപോലെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിനി സ്ലീവ് വയ്ക്കേണ്ടത്. അപ്പോൾ സ്ലീവ് വയ്ക്കുന്നതിന് മുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്ലീവ് വയ്ക്കണം. സ്ലീവിൽ ഒരു ഇതുണ്ട്, നമ്മൾ തയ്യൽ കാണാത്ത രീതിയിലാണ് എൻഡിൽ തയ്ക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. അവിടെ ഇരിക്കുന്ന പ്രഷർ ഫുട്ട് കണ്ടില്ല, അതാണ് നമ്മൾ സ്റ്റോൺ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാനതിൽ കാണിക്കാം, അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാം കറക്റ്റാക്കി നോക്കിയെടുത്തതിന് ശേഷം സ്ലീവ് എടുക്കണം. സ്ലീവും ലൈനിങ് ഇത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ച് തച്ചിട്ട് തിരിച്ചെടുക്കണം സ്ലീവ്. ഇപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ആദ്യം മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് തിരിച്ചെടുക്കണം. എടുത്തിട്ട് നമ്മൾ ലൈനിങ് നെക്കടിച്ചില്ലേ, നെക്കടിച്ചതുപോലെ കറക്റ്റായിട്ട് അടിച്ച് പതിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്ലീവ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളത്. ബ്ലൗസിനൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് സ്ലീവ് തയ്ക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ അടിച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെ തന്നെ അടിക്കണം. മെയിൻ ക്ലോത്തിൽ അടിക്കരുത് സ്റ്റിച്ച്. ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെ അടിച്ചതിന് ശേഷം തിരിച്ചെടുത്ത് നമ്മൾ മൊത്തം അടിച്ച് പതിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ടെല്ലാം അടിച്ചെടുക്കണം. എന്നാലേ ആ ഒരു സ്ലീവ് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഈ മെറ്റീരിയൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് അടിച്ചെടുക്കണം. എൻ്റെ ഫൂട്ട് കണ്ടല്ലോ, ആ ഒരു പ്രഷർ ഫൂട്ട് ഇട്ട് വേണം, അതുണ്ടെങ്കിൽ അതിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാൻ. കാരണം ഇങ്ങനത്തെ മെറ്റീരിയൽ അടിക്കുമ്പോൾ, കല്ല് വെച്ച സ്റ്റോണൊക്കെ വരുന്ന മെറ്റീരിയൽ അടിക്കുമ്പോൾ അങ്ങനെ വേണം അടിക്കാൻ. ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ ലൈനിങ്ങിൻ്റെ ആ ഒരു സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്ലീവ് അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും കൂടെ തയ്ക്കണം. അടുത്ത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അതിന് നമ്മൾ ആ ഒരു സ്റ്റോണൊക്കെ എല്ലാം കളയാണ് ചെയ്യണത്. ഇല്ലെങ്കിൽ നമുക്ക് സൂചി പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്റ്റോണെല്ലാം കളഞ്ഞിട്ട് മെയിൻ ഒരു ഷോൾഡർ നമ്മൾ വച്ചിട്ട് അതിന് ശേഷം ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ സ്ലീവിൻ്റെ നല്ല ഭാഗവും വച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ പ്ലീറ്റ് നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇടണം. അതിൻ്റെ വീഡിയോ ആ ഒരു സ്ലീവിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം ഞാൻ അത് ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. ആ ഒരു പ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തില്ല, ആ ഒരു ഭാഗത്താണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി വിട്ടിട്ടുണ്ടായിരുന്നു സ്ലീവിൽ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഞാൻ കട്ട് ചെയ്തപ്പോൾ സ്ലീവിൽ ആ ഒരു തുണി വിട്ടിട്ടുണ്ട്, നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള തുണി. ഇതുപോലെ തന്നെ അടുത്ത കൈയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്തിലാണ് സ്ലീവിൻ്റെ നല്ല ഭാഗം കൂടെ വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് കണ്ടില്ലേ പ്ലീറ്റ് ഇട്ട് കൊടുക്കണത്. ഞാൻ അതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഈ സ്ലീവ് വെട്ടയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ലീവ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്ലീവിന് ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അവിടെ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തിൽ. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവണമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാണുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. എനിക്കിതിന് എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു അറിവ് വച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് ഇത് വീഡിയോ ഇടുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, ഞാൻ ഇടുന്ന വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ സ്ലീവ് രണ്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ, അത് ഞാൻ വീഡിയോ എടുത്തില്ല, താഴെ നമ്മൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ പട്ട പിടിപ്പിച്ച് കൊടുക്കണം, തിരിച്ചടിച്ച്. അത് കോട്ടണിൽ വേണം നമ്മൾ എടുക്കാൻ. താഴെ തിരിച്ചടിച്ച് പട്ട പിടിപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷമുള്ള ഒരു ലുക്കാണിത്. നമ്മൾ ഇതിൽ ഹെമ്മിങ് ഒന്നും ചെയ്യണ്ട. കണ്ടില്ലേ, ഇത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രിൻസസ് കട്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. പിന്നെ നമ്മുടെ അളവിനനുസരിച്ച് അതിന് ഷേപ്പ് അടിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരണത്. ഈ ബ്ലൗസ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.